ഹലോ അപ്പൊ ഇന്നാണ് നമ്മുടെ ഗ്രാജുവേഷൻ. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഷോൾ വാങ്ങാം. ഇവിടെ വന്ന് നമ്മുടെ പേര് സൈൻ ഇട്ട് കൊടുത്ത് നമുക്ക് കോളേജിൽ തന്നെ ഇതൊക്കെ കിട്ടിയപ്പോ തന്നെ ഇടാനുള്ള പൂതിയാണ് നിങ്ങൾ കാണും. കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ചെക്കനെ ടെൻഷൻ കണ്ട തോന്നും ഇന്ന് വരെ കല്യാണം. ഇവിടെ വന്നപ്പോ ആദ്യം ഞങ്ങളോട് പറഞ്ഞത് റോൾ നമ്പർ വൈസ് ഇരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ഓർഡറിൽ കൊടുക്കാൻ വേണ്ടി. പക്ഷെ ഞങ്ങൾ ആരും ഓർഡറിൽ ഇരിക്കാൻ പോയില്ല. എന്തായാലും എല്ലാവരും പേര് വിളിക്കുമ്പോൾ ഓർഡർ ആയിട്ട് പോയി വാങ്ങാന്ന് വിചാരിച്ചു. ലൈഫിൽ ആദ്യത്തെ ഗ്രാജുവേഷൻ ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ. ഇവന് മാത്രമാണ് ഷർട്ടിന്റെ ഒപ്പം ഷോൾ മാച്ച് ആയി. പിന്നെ വിശിഷ്ട അതിഥികളൊക്കെ വന്നു സംസാരിച്ചും തുടങ്ങി. 4 വർഷത്തെ എന്റെ ബിടെക് ലൈഫ് എക്സാമിന് തലേന്നുള്ള ഉറക്കമില്ലാത്ത രാത്രികൾ എല്ലാത്തിനും വിരാമം കുറിച്ചുകൊണ്ടാണ് ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്. അങ്ങനെ അതും ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇതാണ് എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്. ചൂടെടുത്താൽ ഇതിനെ ഇങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇവൻ കാട്ടുന്നത്. പിന്നെ കഴിക്കാനായിട്ട് സ്നാക്സ് ഉള്ള ബോക്സും പിന്നെ സ്ലൈസും അങ്ങനെ എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇവൻ ടിഷ്യൂ ഇല്ലാത്തതിന്റെ പരിഹാരമായിട്ട് ഷോൾ ടിഷ്യൂ ആക്കി മാറ്റി. ക്യാമറമാൻ സ്റ്റേജിൽ നിന്ന് എല്ലാ ഗ്രാജുവേഷന്റെ ഫോട്ടോ അങ്ങ് ഇത്രയും പേരുള്ള സ്ഥിതിക്ക് അതിന് നമ്മുടെയൊക്കെ തല കിട്ടുമോ? ഇവന്റെ ടെൻഷൻ വേറൊന്നും കോളേജിൽ നിന്നുള്ള കോഷൻ ഡെപ്പോസിറ്റ് എപ്പോൾ കിട്ടുന്നുള്ളൂ. ഇനിയാണ് ഫോട്ടോ എടുക്കൽ ചടങ്ങ്. എല്ലാവരും ഞങ്ങൾ ഫോട്ടോ എടുക്കണം നോക്കി ചുറ്റിലും നിൽക്കണം. അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കണം. ഏതാണ്ട് സൂയിലും മൃഗങ്ങളെ കാണാൻ വന്നു. അങ്ങനെ കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞിട്ടായിരുന്നു ഗ്രാജുവേഷന്റെ കോട്ടും തൊപ്പി. പിന്നെ എല്ലാവരും റെഡിയായി കോട്ടും തൊപ്പിയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാനുള്ള തിടുക്കത്തിലാണ്. അങ്ങനെ കോട്ടും തൊപ്പിയൊക്കെ വെച്ച് ഞാനും സെറ്റ്. ഇവർ രണ്ടുപേരും കോടതിയിൽ ബാധിക്കാൻ വന്നാണ് അത് ഗ്രാജുവേഷനിലേക്ക് വന്നത്. എന്തായാലും 4 വർഷത്തെ ബിടെക് ജീവിതം വന്ദേ ഭാരത് പോലെ ഞാൻ ചെയ്യണ എല്ലാ കാര്യത്തിനും എനിക്ക് സപ്പോർട്ട് ആയിട്ട് നിൽക്കുന്ന രണ്ടുപേരും ഒരാളെയും കാണിച്ചു. ഇതാണ് എന്റെ പോരാളി. ഇനിയാണ് ഇവിടുത്തെ മെയിൻ ചടങ്ങ്. വേറൊന്നുമല്ല, തൊപ്പിയേറിയൽ ചടങ്ങ്. എന്തായാലും അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കോളേജ് ലൈഫ് ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ ശരിക്കുള്ള ലൈഫ് ഇനിയാണ് തുടങ്ങണത്. അപ്പൊ ഓക്കെ ബൈ.